ഈ വീഡിയോയിലൂടെ നമുക്ക് ഡേറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കറണ്ട് ഡേറ്റ് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീക്വൽ ടു ടുഡേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ. ഓക്കെ, ആൻഡ് ഇപ്പോഴത്തെ ടൈം നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൗ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ കസ്റ്റം ഫോർമാറ്റിലായിട്ട് ഉണ്ടാവും, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം ഫോർമാറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്ത ഇൻവോയ്സ് ഡേറ്റ്, അത് കറണ്ട് ഡേറ്റുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ എത്ര കൗണ്ടിങ് ഡേയ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഇസ് ഈക്വൽ ടു നമുക്ക് ഇന്നത്തെ കറണ്ട് ഡേറ്റ് അതിനെ നമുക്ക് സ്റ്റാറ്റിക് ആക്കാം, മൈനസ് ഇൻവോയ്സ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇൻവോയ്സ് ചെയ്തതിന് ശേഷം 139 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുമ്പ് കഴിഞ്ഞതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ടല്ലോ, അത് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഹൈലൈറ്റ് സെൽഫ് റൂട്ട്സിൽ ഗ്രേറ്റർ ദാൻ ഒരു 50 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാർഡിൽ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സീക്വൽ ടു ഞാനിപ്പോൾ ഈ ഒരു ഡേറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോർമാറ്റ് എനിക്ക് മന്ത് മാത്രമായിട്ട് ഇവിടെ കിട്ടണം. ഓക്കെ, ഇതിന് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, കസ്റ്റം. ഇതിൽ ഈ ഡേറ്റ് മന്ത് ഇയർ എന്നുള്ളത് ഞാൻ മന്ത് മാത്രമാക്കി കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ഇത് ഞാൻ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓരോ മാസത്തെയും, ഇതിപ്പോൾ മെയ് മാസമാണല്ലോ, കറക്റ്റ് മെയ് വന്നിട്ടുണ്ട്, ജൂൺ. ഇനിയിപ്പോൾ ഈ ഒരു ഇപ്പോൾ 11 എന്നുള്ള ആ ഒരു ദിവസം ഉണ്ടല്ലോ, അത് നമുക്ക് ഡേറ്റ് ഫോർമാറ്റിലേക്ക്, അതായത് ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ മന്തിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റ് സെൽസിൽ പോയിട്ട് ഡേറ്റ് ഡി എന്ന് കൊടുത്താൽ വെറും 3 ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ട്യൂസ്ഡേ TUE അങ്ങനെ വരും. 4 ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൺഡേ ഫുള്ളായിട്ട് ഷോ ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഇനി ഇത് അല്ലാതെ ഫോർമാറ്റ് സെൽസിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാതെ തന്നെ ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് വാല്യൂ സെലക്ട് ചെയ്തു, ഫോർമാറ്റ് ടെക്സ്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടർ കോമയിൽ ഞാൻ 4 ഡി സെലക്ട് ചെയ്തു, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ. ഓക്കെ, ഇതേപോലെ ഷോ ചെയ്യുന്ന. നെക്സ്റ്റ് ഇനി നമുക്ക് ഡേ ഫംഗ്ഷൻ നോക്കാം. അതായത് ഈ ഒരു ഡേറ്റിൽ നമുക്ക് ഡേ മാത്രം ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. സെല്ല് സെലക്ട് ചെയ്ത് ഓക്കെ, 28. ഇതേപോലെ മന്ത് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് എൻ്റർ. ഇനി ഇതേപോലെ തന്നെ ഇയർ മാത്രം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, സീരിയൽ നമ്പർ സെല്ല് സെലക്ട് ചെയ്തു എൻ്റർ. ഇനി നമുക്ക് നേരെ തിരിച്ചും ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ഡേ മന്ത് ഇയറും ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഡേറ്റ് വരണം. അതിന് നമുക്ക് ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഫസ്റ്റ് ഇയർ ചോദിക്കുന്നുണ്ട്, കോമ, മന്ത് ചോദിക്കുന്നുണ്ട്, കോമ, നെക്സ്റ്റ് ഡേ. ഇതേപോലെ നമുക്ക് ഡേ, മന്ത്, ഇയർ, ഡേറ്റ് ഇങ്ങനെ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നതാണ് ഈ ഡേറ്റ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡേറ്റ്, ഈ ഡേറ്റിനെക്കാട്ടിലും 10 ഡേയ്സ് കൂടുതലുള്ള ഒരു ഡേറ്റ് എനിക്ക് വേണം. അതിന് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഈക്വൽ ടു ഇതേ പ്ലസ് 10 കൊടുക്കുന്നു, ഇതേ പ്ലസ് 10 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 15/8 എന്നുള്ളത് 25/8 ആയി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 10 ഡേയ്സ് ബാക്കിലേക്ക് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, അത് മൈനസ് 10 കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 10 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നമുക്ക് വേണം. അതായത് ഈ ഡേറ്റിൽ നിന്ന് 10 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്.
അതിന് നമുക്ക് എന്ത് ചെയ്യാം, EDATE ഫംഗ്ഷൻ യൂസ് ചെയ്യാം. EDATE ഫംഗ്ഷൻ യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റാർട്ട് ഡേറ്റ് ഇത് കൊടുത്തു, കോമ, നമുക്ക് എത്ര മാസമാണ്, 10 മാസമാണ് വേണ്ടത്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ. ഓക്കെ, ഇനി നമുക്ക് 10 മാസം ബാക്കിലേക്ക് ഇതേപോലെ ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, ഇസ് ഈക്വൽ ടു EDATE ഫംഗ്ഷൻ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, കോമ, ഇനി -10. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ 15/10/2021. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 10 years ലേറ്റർ, അതായത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഡേറ്റിൽ നിന്ന് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് നമുക്ക് ഷോ ചെയ്യാം. ഇനി നമുക്ക് ഇക്വൽ ടു EDATE സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് മന്ത്സ് എന്നുള്ളിടത്ത് 10 × 12 മന്ത്സ് ആണല്ലോ ഒരു വർഷത്തിലുള്ളത്, അങ്ങനെ 10 year. ഓക്കെ, അത് ഷോ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് 10 years ബാക്കിലേക്ക് ഏർലിയർ ആയിട്ട് എങ്ങനെ കിട്ടും, അതും ഇതേ ഫംഗ്ഷൻ തന്നെ, EDATE സ്റ്റാർട്ട് ഡേറ്റ്, കോമ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 10 × 12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, EDATE ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇത് മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൈനസ് ഫിഗർ മൈനസ് സൈൻ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കമ്പനീൻ്റെ പേറോളിൽ നമുക്ക് ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, അത് നമുക്ക് നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയർ ഇപ്പോൾ 1/4/2022 മുതൽ 31/3/2023 വരെയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിൽ വരുന്ന എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. സാധാരണ എക്സലിൽ നമുക്ക് സാറ്റർഡേ സൺഡേ ലീവായിട്ടാണ് നെറ്റ് വർക്കിംഗ് ഡേയ്സിൽ കാണിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ലീവായാൽ ഒരു വർഷത്തിൽ നമുക്ക് 52 വീക്സ് ഉണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ കൂട്ടിയാൽ 104 എണ്ണം ഉണ്ടാവും. അപ്പോൾ 365 ഡേയ്സ് 104 കുറച്ചാൽ 261 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇസ് ഈക്വൽ ടു നെറ്റ്വർക്ക് ഡേയ്സ്, അതിൽ സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്തു, കോമ, എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തു. ഇനി ഇതിൽ ഹോളിഡേയ്സ് എന്നുള്ളതുണ്ട്, ഇപ്പോൾ നമുക്ക് കൊടുക്കണ്ട, നമുക്ക് ആദ്യം ഇത് നോക്കാം. ഓക്കെ, എൻ്റർ. അപ്പോൾ കറക്റ്റ് 261 ഡേയ്സ് വന്ന്. ഇനി നമുക്ക് ഹോളിഡേയ്സിൽ ഞാനൊരു 2 ഹോളിഡേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ August 15th, റിപ്പബ്ലിക് ഡേ 26 January. ഓക്കെ, അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡേയ്സ് കണ്ടെത്താം. നെറ്റ്വർക്ക് ഡേയ്സ് സ്റ്റാർട്ട് ഡേറ്റ്സ്, കോമ, എൻഡ് ഡേറ്റ്, ഇനി ഹോളിഡേയ്സ്. ഹോളിഡേയ്സ് ഇവിടെ 2 കൊടുത്തു. അപ്പോൾ നമ്മൾ 2 എന്ന് കൊടുത്താൽ ഇത് കറക്റ്റ് കാൽക്കുലേഷൻ വരില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഈ ഒരു ഡേറ്റ് സാറ്റർഡേയോ സൺഡേയോ ആണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടായിരിക്കും ഇത് ഷോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 261 ദിവസമാണ് നമ്മൾ ഈ ഒരു ഫോർമുല കൊടുത്തപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ ഈ ഒരു 2 ഡേയ്സും കൂടി സെലക്ട് ചെയ്താൽ ഇത് 259 ആവും. ഇനിയിപ്പോൾ ഈ ഒരു 15/8 എന്നുള്ളത് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിലത്തെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് മൈനസ് ആവുള്ളൂ. ഇപ്പോൾ നമുക്കിത് എന്താണ് എൻ്റർ അടിച്ചാൽ ഇത് 259, 2 എണ്ണം മൈനസ് ആയി. കാരണം ഇത് രണ്ടും സാറ്റർഡേയോ സൺഡേയോ അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് സാറ്റർഡേയോ സൺഡേയോ ആണെന്നുണ്ടായിരുന്നെങ്കിൽ എന്താവും, ഏതെങ്കിലും ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഒരെണ്ണം മാത്രമേ മൈനസ് ആയിട്ട് 260 കാണിക്കും. നെക്സ്റ്റ് നെറ്റ്വർക്ക് ഡേയ്സ് ഇൻ്റർനാഷണൽ. ഇപ്പോൾ ഒരു കമ്പനിയിൽ ചിലപ്പോൾ സൺഡേ മാത്രമായിരിക്കും ലീവ്, അല്ലെങ്കിൽ മൺഡേ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ട്യൂസ്ഡേ മാത്രമായിരിക്കും, അല്ലെങ്കിൽ സൺഡേ മൺഡേ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, എങ്ങനെയാവാം. അപ്പോൾ അതിനാണ് ഈ നെറ്റ്വർക്കിൻ്റെ ഇൻ്റർനാഷണൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു, അതിൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്ത്, കോമ, എൻഡ് ഡേറ്റ് കൊടുത്ത്, കോമ. ഇവിടെ വരുന്നതിൽ നമുക്കിതിൽ സാറ്റർഡേ സൺഡേ ഉണ്ട്, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ അങ്ങനെ വന്നിട്ട് സൺഡേ ഓൺലി എന്നുള്ളതുണ്ട്. നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ. അപ്പോൾ 313 വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു വർഷത്തിൽ വരുന്നത്, സൺഡേ ലീവ് ഉള്ള ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഹോളിഡേയ്സും കൂടി മൈനസ് ചെയ്തിട്ട് എത്ര എണ്ണം വരുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, കോമ, ഹോളിഡേയ്സ്. ഇപ്പോൾ ഞാനിവിടെ 2 ഹോളിഡേയ്സ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 2 എണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നു.
311. ഓക്കെ, ഇതേപോലെ എത്ര ഹോളിഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ഇത് മൈനസ് ആയിട്ട്, അത് ഈ ഒരു സൺഡേയിൽ എങ്ങനെ ഈ ഒരു ദിവസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് ആവില്ല, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇതിൽ നിന്ന് മൈനസ് ആയിട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നത് ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഡേറ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമുക്ക് എക്സലിൽ എവിടെയും കാണില്ല, അത് ഹിഡൻ ആയിട്ടാണുള്ളത്. പക്ഷേ എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, എൻഡ് ഡേറ്റ് ഇന്നത്തെ ദിവസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയർ, അതേപോലെ മന്ത്സ്, ഡേയ്സ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈക്വൽ ടു ഡേറ്റഡ് ഇഫ്. ഇത് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ വിസിബിൾ ആയിട്ട് വരില്ല, പക്ഷെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ആർഗ്യുമെൻ്റ് ഒന്നും ചോദിക്കില്ല, കാരണം അത് ഓൾറെഡി ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, കോമ, എൻഡ് ഡേറ്റ് കൊടുത്തു, കോമ. ഇനി നമുക്ക് ഇയർ ആണ് വേണ്ടത്. ഞാൻ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തു, y കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻഡ്. അപ്പോൾ 29 ഇയർ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മന്തും ചെയ്യാം, ഡേയ്സ് എല്ലാം ചെയ്യാം. മന്തിന് നമുക്ക് എം കൊടുക്കണം, ഡേയ്സിന് നമ്മൾ ഡേ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് എക്സാക്റ്റ് മാച്ച് കിട്ടണം. അതായത് ഇപ്പോൾ ഈ 11/11/92 മുതൽ 28/8/2022 വരെ 29 വർഷം കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ്, അങ്ങനെ നമുക്ക് എക്സാക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ നേരത്തെ ചെയ്ത ഇതേപോലെ തന്നെ ഇയർ കൊടുത്ത്, ഇനി നമുക്ക് മന്ത് കൊടുക്കുന്ന സമയത്ത് ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റാർട്ട് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, കോമ, ഇൻവെർട്ടർ കോമയിൽ നമ്മൾ YM എന്ന് കൊടുക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻഡ്. അപ്പോൾ നമുക്ക് 9 months കിട്ടി. ഇതേപോലെ തന്നെ ഡേയ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, MD എന്നുള്ളത് കൊടുക്കുക, അതായത് മന്ത് ആൻഡ് ഡേറ്റ്, മറ്റടുത്ത് ഇയർ ആൻഡ് മന്ത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ 11/11/92 മുതൽ 29 വർഷം 9 മാസം 17 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ് ഈ 28/8/2022 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 11/11/2022 കൊടുത്തു നോക്കാം. ഇത് കണ്ടില്ലേ, ഇയർ 30 മന്ത്സ് 0, ഡേയ്സ് 0. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡേറ്റ് ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.